രാജ്യത്തെ LPG പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. LPG വിതരണം നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. കരിഞ്ചന്തയോ പൂഴ്ത്തിവെപ്പോ ഇല്ലെന്ന് ഉറപ്പാക്കാനും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകി. LPG സിലിണ്ടറുകളുടെ വിൽപ്പനയിലും വിതരണത്തിലും ക്രമസമാധാന തകർച്ചയില്ലെന്ന് ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. LPG പ്രതിസന്ധിയിൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. അഭ്യൂഹങ്ങൾ ശ്രദ്ധിക്കരുതെന്നും മോദി പറഞ്ഞു. രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. LPG ക്ഷാമം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചെന്നും ബുക്ക് ചെയ്ത് 2.5 ദിവസത്തിനുള്ളിൽ സിലിണ്ടറുകൾ വീടുകളിൽ എത്തുമെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വിഷയം പാർലമെന്റിൽ ഉയർത്തിയ പ്രതിപക്ഷം പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 25% വർധനവ് LPG ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2 LPG കാർഗോ കപ്പലുകൾ ഉടൻ ഇന്ത്യയിൽ എത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം അടുത്തത് ബുക്ക് ചെയ്യാനുള്ള സമയപരിധി 21 നിന്നും 25 ദിവസമായി ഉയർത്തിയെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. എന്നാൽ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. ഉത്തരേന്ത്യയിൽ ഗ്യാസ് വിതരണ കേന്ദ്രങ്ങളിൽ പലയിടത്തും കാലി സിലിണ്ടറുമായി എത്തിയവരുടെ നീണ്ട വരിയാണ് കാണുന്നത്. പല ഹോട്ടലുകളിലും പാചകം ചെയ്യുന്ന വിഭവങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. പല ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിക്കുന്നുമില്ല.